അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതായാലും കണ്ടന്റിന് യാതൊരു ക്ഷാമവുമില്ല. ഇന്നലെ ഞാനൊരു എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ എൻ്റെ എമ്പുരാനെ നീ തന്നെ ശരണം, കാരണം ഈ 30 ദിവസം ആകാൻ പോകുമ്പോഴും ഇപ്പോഴും നമുക്ക് കണ്ടന്റ് വിളിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ഈ എമ്പുരാനാണ്. അപ്പോൾ എമ്പുരാനെ നമ്മൾ സ്തുതിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഇന്നലെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയുടെ താഴെ നമുക്ക് വന്നേക്കുന്ന ഒരു കമൻറ്റാണ്. എനിക്കൊന്നും അറിയില്ല, സാധാരണ ഞാൻ വെറും കൊച്ചുകുട്ടിയല്ലേ. ഇതിന് ഈ 266 കോടി രൂപ എന്ന് പറയുന്നത് വെറും കള്ളമാണ്. ഫാക്നിക്കിൻ്റെ ഇതിനകത്ത് പറയുന്നു യഥാർത്ഥത്തിൽ ഇത്ര ഇല്ല എന്ന്. വേണ്ട, ഇതിൻ്റെ ID ഞാൻ വെച്ചേക്കാം. അവരിട്ടേക്കുന്ന കളക്ഷൻ നമ്മൾ സാധാരണ 264, 65 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് 266 കിട്ടിയതാണ്. അപ്പം ട്രാക്കർമാർ പറയുമ്പം നിർമ്മാതാക്കൾ പറയുന്ന പച്ചക്കള്ളമാണെന്നാണ് ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിൻ്റെ പകുതിയെ കിട്ടിയുള്ളതെന്നാണ് ഒരു മഹാൻ എന്നോട് പറഞ്ഞത്. എന്തിനിങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ നികുതിയുടെ കാര്യം പലരും തെറ്റിദ്ധരിച്ച് പറയുന്നതാണോ അതോ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഒരാൾ എനിക്ക് കമൻറ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നികുതി എന്നെ സംബന്ധിച്ചൊന്നും അറിയില്ല. കാരണം നികുതി എന്ന് പറയുന്നത് ഒരു സിനിമ ഇറക്കിക്കഴിഞ്ഞ് ഇപ്പോൾ 150 കോടി എമ്പുരാൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 500 കോടി കിട്ടിയാൽ മാത്രമേ എമ്പുരാൻ ലാഭത്തിൽ വരത്തുള്ളൂ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു മമ്മൂട്ടിയുടെ ഒറ്റ ചിത്രം വിജയിച്ചിട്ടില്ലല്ലോ മലയാള സിനിമയിൽ. കാരണം മമ്മൂട്ടി ഏറ്റവും വലിയൊരു വിജയം 40 കോടി മുടക്കിയിട്ട് 87 കോടിയിൽ കിട്ടിയ ഭീഷ്മപർവം എന്ന ചിത്രമാണ്. ഇപ്പം പുള്ളി പറയുന്ന കണക്കിനാണെങ്കിൽ 40 കോടി മുടക്കി കഴിഞ്ഞാൽ 120 കോടി കിട്ടിയെങ്കിൽ മാത്രമേ അത് വിജയമാകത്തുള്ളൂ. അന്ന് അപ്പം ഈ ആരാടെ സിനിമ പിടിക്കാൻ പോകുന്നത്? അവൻ്റെ കയ്യിലെ കാശ് പോക്കറ്റ് വെച്ചുകൊണ്ട് അവനൊക്കെ കിടന്ന് ഉറങ്ങത്തില്ല. ഇപ്പം ഇവർ പറയുന്ന കണക്ക് 150 കോടിയോളം ആൻ്റണി പെരുമ്പാവൂർക്ക് നഷ്ടമാണെന്നാണ് പറയുന്നത്. ആൻ്റണി പെരുമ്പാവൂർ എല്ലാ സമയത്തും കുറച്ച് കോടികൾ ഇങ്ങനെ മുടക്കി സിനിമ എടുക്കുന്നു, നഷ്ടം വരുന്നു. പുള്ളി എപ്പോഴേ പാപ്പരായെന്നറിയാവോ? ഇത് ചുമ്മാ ഒന്നും അറിയാൻ വയ്യാതെ ഓരോരുത്തരിരുന്ന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയും, അതിനനുസരിച്ച് തുള്ളാൻ നടക്കുക. അപ്പം നികുതി ഘടന കേരളത്തെ സംബന്ധിച്ച് സിനിമയ്ക്ക് ഇരട്ട നികുതിയാണെന്ന് ഈയിടെ നിർമ്മാതാക്കൾ പറഞ്ഞപ്പോഴാണ് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പ്രകാരം 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 33 കോടിയോളം നികുതി കൊടുക്കണം എന്ന് പറയാം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ആ നികുതി ഘടനയില്ല. ആദ്യമേ അത് മനസ്സിലാക്കുക. 100 കോടി കിട്ടുവാണെങ്കിൽ അതിൻ്റെ 33% ഗവൺമെൻറ് നികുതി കൊടുക്കണം. ബാക്കിയുള്ളത് രണ്ടുപേർക്കും തുല്യമായിട്ടല്ല 60% നിർമ്മാതാക്കൾക്കും 40% തിയേറ്റർ ഉടമകൾക്കും. പിന്നെ അത് രണ്ടാം ആഴ്ച തൊട്ട് 50-50:50 എന്ന രീതിയിലാവും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 40 കോടിക്ക് അടുത്തുള്ള തുക കേരളത്തിൽ നിന്ന് നിർമ്മാതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം. അപ്പം ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാം പറയുന്നത്, ഇത് പറയുന്നതെല്ലാം തെറ്റാ. 40 കിട്ടാൻ സാധ്യതയില്ല. 40 കോടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ 40 കോടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്ങനെ പോയാലും ഒരു 30 കോടിക്ക് മുകളിലുള്ള തുക നിർമ്മാതാവിന് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. അതുപോലെ സാറ്റലൈറ്റ്, OTT ഇതൊന്നും വേറെ ആർക്കും പോകത്തില്ല. എല്ലാം കൃത്യമായിട്ട് നിർമ്മാതാവിൻ്റെ കയ്യിൽ തന്നെ കിട്ടും. അതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ കമൻറ്റിന് താഴെ വന്നേക്കുന്ന ഒരു കമൻറ്റ് കണ്ടു, ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും നികുതിയില്ലെന്ന്. എനിക്കതറിയില്ല കൃത്യമായിട്ട്. ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് വിദേശത്തു നിന്നാണ്. അപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു 10,000 കോടി കിട്ടിയിട്ട് ഇത്രയും കളക്ഷനൊന്നും വിട്ട് ബാക്കിയെല്ലാം തള്ളാണെന്ന്. ആദ്യമേ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പതാന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത്. പ്രത്യേകിച്ച് ഡൽഹി വെൽത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത്. ബാക്കി വിദേശങ്ങളിലൊന്നും വലിയ കളക്ഷൻ നേടിയില്ല. എമ്പുരാനെ സംബന്ധിച്ച് മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം തന്നെ ആൾക്കാർ പണം കണ്ടു. അതാണ് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗം. മലയാളികൾ ഒരുമാതിരി നല്ല ചിത്രങ്ങളായി പോയി കണ്ടു. പതാനെ പോലുള്ള കേരളത്തിൽ വിജയിച്ചില്ലല്ലോ ആ ചിത്രം. അപ്പം കേരളത്തിലെ ആൾക്കാരുടെ മനസ്സുപോലും തന്നെയാണ് വിദേശ മലയാളികളുടെ എല്ലാം മനസ്സ്.
മലയാളികൾ എന്നിങ്ങനെ ചിന്തിക്കുന്ന എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ പതാൻ കേരളത്തിൽ വിജയിക്കാത്തതുകൊണ്ട് അന്യ ദേശങ്ങളിലൊന്നും വിജയിച്ചില്ല. ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ള പ്രദേശങ്ങളിലെല്ലാം എമ്പുരാൻ വിജയിച്ചു. അതുകൊണ്ടാണ് അവിടെ എമ്പുരാനിൽ നിന്ന് കളക്ഷൻ കിട്ടിയത്. അവിടെ വലിയ നികുതിയില്ല, അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വിഹിതം നിർമ്മാതാവിന് കിട്ടും. ഇപ്പോൾ ഇവർ കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ 265 കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ 3/1 മൊത്തം നികുതി ഗവൺമെൻറ്റേക്ക് കിടക്കണം. കേരളത്തിൽ നിന്ന് കിട്ടുന്ന തുകയുടെ നികുതി കേരളത്തിന് കൊടുത്താൽ മതിയെന്നേ. ബാക്കി അന്യനാട്ടിൽ നിന്ന് കിട്ടുന്നത് അന്യനാട്ടുകാർക്ക് കൊടുക്കണം. അവർക്ക് ഇത്രയും നികുതി ഇല്ല, ഇരട്ട നികുതിയൊന്നും അവിടെ ഇല്ല. അതിനുവേണ്ടിയാണ് നിർമ്മാതാക്കൾ സമരം ചെയ്യുന്നത്. ആദ്യമേ അത് മനസ്സിലാക്കുക. ഇപ്പം പറയുന്ന കണക്കിനാണെങ്കിൽ കേരളത്തിൽ ഒറ്റയൊന്നും പടം എടുത്തിട്ട് കാര്യമില്ലല്ലേ. ഒരു 20 കോടിയൊക്കെ മുടക്കി കഴിഞ്ഞാൽ 60 കോടിയൊക്കെ കിട്ടുന്ന ഏത് പടമുണ്ട് ലാലേട്ടൻ്റെ കഴിച്ച്? ബാക്കി ഒറ്റ മിക്കവാറും ഇപ്പം നഫ്ലിൻ്റെ കിട്ടുന്നുണ്ട്, ടോവിനോ, പൃഥ്വിരാജ്, അങ്ങനെയൊക്കെയുള്ള ചില നടന്മാർക്കേ ഉള്ളൂ. ബാക്കി ആരുടെയും സിനിമയ്ക്കൊന്നും ഇങ്ങനെ കിട്ടുന്നില്ല. 25 കോടി ഇല്ലാതെ ഒരു പടം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 75 കോടി കിട്ടണമെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് നിർമ്മാതാക്കളെല്ലാം ചുമ്മാ ഇരിക്കത്തില്ലേ ഉള്ളൂ. അവർ പടം എടുക്കാൻ തയ്യാറാവുമോ? അല്ലാതെ ഒന്നും അറിയാൻ വയ്യാതൊന്നും പറയരുത്. പിന്നെ ഇതിനകത്ത് ഒത്തിരി വെട്ടിയിരുമൊക്കെ ഉണ്ട്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് 241 കോടി കിട്ടിയ ചിത്രം നികുതി വെട്ടിപ്പ് 60 കോടിയോളം നികുതി വെട്ടിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് നടക്കുന്ന കാര്യം അറിയാവും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരും ഇവരുമൊക്കെ തമ്മിലുള്ള ചില നീക്കുപോക്കുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കും. അല്ലെങ്കിൽ ഇവരൊന്നും പടം എടുക്കത്തില്ല. നിങ്ങൾ പറയുന്ന ഈ കമൻറ്റ് പറയുന്ന അനുസരിച്ച് ആൻ്റണി പെരുമ്പാവൂരിന് ആദ്യ ചിത്രത്തിൽ നഷ്ടം വന്നു, ഈ ചിത്രത്തിൽ നഷ്ടം വന്നു, ഇപ്പോൾ ഈ ചിത്രത്തിൽ വന്നേക്കുന്ന 100 കോടി നഷ്ടം. ഇവിടെ എന്താടി പുള്ളിക്ക് എന്താ മട്ടുണ്ട്? ഈ 100 കോടി അങ്ങോട്ട് കൊണ്ട് കൊടുത്തു, എന്നിട്ട് അടുത്ത പടം എടുത്തു, വീണ്ടും 100 കോടി കളയാൻ എന്തേ? പുള്ളിക്ക് അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ അത് തിരിച്ചു പിടിക്കാനുള്ള കോഴ്സ് കാണുമെന്ന്. അല്ലാതെ ഈ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങളാണ് പല കമൻറ്റുകളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുക നമുക്കൊന്നും അറിയില്ല, എന്താ പറയുക. ഇപ്പം ഞാൻ അന്നേരം ആലോചിക്കുകയായിരുന്നു, മമ്മൂട്ടിയുടെ ബഫൂക്കയ്ക്ക് 28 കോടിയാണ് മുടക്കുമുതൽ ബഫൂക്കയുടെ. അപ്പോൾ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ 30, 60, 90 ഏകദേശം 90 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മാതാവിന് അല്പമെങ്കിലും തിരിച്ചു മുതൽ മുഴുക്ക് ചിത്രത്തിലുള്ള അവസ്ഥയാണ്. മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് ഏത് ചിത്രമുണ്ട് മുടക്കുമുതലിനേക്കാൾ 3 ഇരട്ടി ചിത്രം രൂപ തിരിച്ചു പിടിച്ചേക്കുന്നത്? ഒറ്റ ചിത്രമില്ല. ഈ പറഞ്ഞു പൊക്കി വെച്ചേക്കുന്ന ഒറ്റ ചിത്രമില്ല. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഭീഷ്മപർവ്വം എന്ന് പറയുന്ന ചിത്രം 87 കോടി. അതിൻ്റെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 40 കോടിയുണ്ട്. ആ ചിത്രം തന്നെ വിജയിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ 120 കോടി വേണം. ഒന്നും അറിയാൻ വയ്യാതെ ഇങ്ങിലിരുന്ന് ഏതെങ്കിലുമൊക്കെ പടച്ചു വിട്ടൊക്കെ എഴുതി കൂട്ടുക. എന്താ എങ്ങനെങ്കിലും മോഹൻലാലിൻ്റെ ചിത്രം 300 കടന്നില്ല എന്ന് വരുത്തി തീർക്കണം. അതിന് ചില ചാനലുകളുമുണ്ട്. ചില ചാനലുകൾ ഇതിന് മറുനാടൻ എന്ന് പറയുന്ന ചാനൽ ഇതിൻ്റെ കൂടെ നടക്കുക. പുള്ളിക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളിനോട് നേരത്തെ തന്നെ വൈരാഗ്യമുണ്ട്. അത് വ്യക്തിവൈരാഗ്യം ഏത് തരത്തിലാണെന്ന് അറിയില്ല. അത് സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പുള്ളി ചിത്രം പോയി കണ്ടിട്ട് പുള്ളി പറയുന്നത് കേട്ടു, ഈ വിവാദങ്ങളുടെ ഒന്നും കാര്യമില്ല, അത് നല്ല ചിത്രമാണ്, നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നത്. പിന്നെ BJPയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി, ഇതെല്ലാം വെട്ടിയിലാണ് തട്ടിയിലാണെന്ന് പറയുന്നത്. പുള്ളി പൃഥ്വിരാജിനെയാണ് പുള്ളിക്ക് ഏറ്റവും വലിയ ദേഷ്യം. അതുകൊണ്ട് പുള്ളി വ്യക്തിപരാഗത്തിനനുസരിച്ച് ഓരോ വീഡിയോ ഇടുന്നു. അതുപോലെ പലരും അവരുടേതായ ചില കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ മലയാളത്തിന് ആദ്യത്തെ ഒരു ചിത്രമാണ് 300 കോടി കടക്കുന്നത്. അതിന് അഭിമാനിക്കാനുള്ളതിന് പുതിയ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതൊന്നും ആരും കാണുന്നില്ല. ഇവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയും എത്രയും പെട്ടെന്ന് ഇത് പൊട്ടി എന്ന് വരുത്തി തീർക്കുക. വേറെ ഏത് പടം പൊട്ടിയാലും കുഴപ്പമില്ല, മോഹൻലാലിൻ്റെ ഈ പടം പൊട്ടി എന്ന് വരുത്തി തീർക്കുക. മോഹൻലാലിൻ്റെ പടം പൊട്ടിയാൽ മോഹൻലാലിന് എന്ത്? മോഹൻലാൽ വേറെ പ്രത്യേകിച്ച് പുറത്തൊന്നും ആർക്കും ഡേറ്റ് കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവരുടെ നിർമ്മാണ കമ്പനി തന്നെയാണ് പുതിയ പടം എടുക്കുന്നത്. അവർ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും അവർ പടം എടുത്തുകൊണ്ടേയിരിക്കും. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കാശ് പോയി, 100 കോടി പോയി, 150 കോടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അവരിങ്ങനെ പടം എടുത്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഓരോ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടും.
അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇടുന്നു. പക്ഷേ ഈ കമൻറ്റ് എനിക്ക് ചില വീഡിയോയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു 10-15 കമൻറ്റുകൾ ഒരേ രീതിയിൽ ഒരാളെ നിന്നൊക്കെ കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്താണ് കൂലി? നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കാശ് അവർക്ക് കിട്ടുമോ? ഒരാൾ എന്നോട് ചോദിക്കുന്നു എമ്പുരാൻ്റെ ടീം എനിക്ക് എത്ര രൂപ തന്നത്. ഞാൻ ചോദിക്കുമായിരുന്നു എമ്പുരാൻ പൊട്ടിച്ച് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് ആ പുള്ളിക്ക് എന്ത് കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്ന് യാതൊരു ജോലിയില്ലയോ? ജെന്യുവനായിട്ട് വരുന്ന കമൻറ്റുകൾ നമുക്ക് മനസ്സിലാകാം, നെഗറ്റീവായിട്ടും പോസിറ്റീവ്, അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതും നമ്മളെ സംസാരിക്കാനും ഒക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ കമൻറ്റുകൾ വായിക്കാനും പരമാവധി മറുപടി കൊടുക്കാനും ശ്രമിക്കും. പക്ഷേ ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കേൾക്കുന്നത് തന്നെ അവർക്ക് അലർജിയായിട്ടിരിക്കുക. എന്ത് ചെയ്യാനാണെന്ന് പറയാൻ. അപ്പം ഇതിൻ്റെ താഴെയും നിരവധി കമൻറ്റുകളും നമ്മളെ പഠിപ്പിക്കാനൊക്കെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് പലരും വരും. അപ്പോൾ നമ്മൾ അതിന് മറുപടിയായിട്ട് വീണ്ടും വീഡിയോ ഇടാം. വേറെ ജോലിയൊന്നുമില്ല, വേറെ പുതിയ കണ്ടൻറ്റും ഇല്ല. എന്നാൽ എമ്പുരാനും തന്നെ ആയിക്കോട്ടെ കണ്ടൻറ്റ് അല്ലേ. അപ്പം പുതിയ കമൻറ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾ പോവാം. ഞാനിവിടെ സജീവമായിട്ടിരിക്കാം. പുതിയ വീഡിയോനായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ്. ഓക്കെ ബൈ.